ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സേലത്തു നിന്ന് രാവിലെ 7:30 മണിയായപ്പോൾ യാത്ര തിരിച്ചു. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ നാള് വരുന്ന ദിവസം കേട്ടോ, കാർത്തിക. ഇന്ന് എൻ്റെ നാള് വരുന്ന ദിവസം. അപ്പോൾ ഞാൻ കരുതി ഒന്ന് പളനിയിലൊക്കെ പോയിട്ട് അതുവഴി പോകാമെന്ന്. അപ്പോൾ ഏട്ടനും ഓക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ വീടെത്തത്തില്ല. വേദയ്ക്ക് ഞാൻ പറയില്ലേ, വേദയുടെ സ്കൂള് കാര്യങ്ങൾ അതെല്ലാം നമ്മളെല്ലാം കൊണ്ടുപോയില്ലെങ്കിൽ ശരിയാവത്തില്ല. നമ്മുടെ കാര്യം മാത്രം നോക്കിയാലും നടക്കത്തില്ല. നാളെ സ്കൂള് ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം എത്തിയാൽ മതി. അമ്മ സ്കൂളിൽ വിട്ടോളും. എങ്കിലും വസ്ത്രയുടെ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെക്കുന്നു. ഞാൻ ഇന്നലെ ഓൾറെഡി വീഡിയോസ് ഇട്ട്, അപ്പം മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം അതെല്ലാം എനിക്ക് നമുക്ക് മെസ്സേജ് ഇടുന്ന സമയത്ത് നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് പോകാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അത് ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ അത് മെസ്സേജസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളെല്ലാം കൂടി നോക്കണം. അതുകൊണ്ട് പളനി പോക്ക് ക്യാൻസലായി. ഏട്ടൻ പറഞ്ഞു ഇന്ന് പോകുമ്പോൾ നമുക്ക് കമ്പന്തേനി വഴി പോയി തെങ്കാശി വഴി അങ്ങ് കയറാന്ന് പറഞ്ഞു. A to B ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ A to Bയിൽ നിർത്താന്ന് പറഞ്ഞു. ഇന്ന് പൊങ്കൽ. ഞാൻ ഇന്നലെ A to B മസാല ദോശ കഴിക്കാൻ വന്നതാണ്. പക്ഷെ എങ്കിലും നല്ല മസാല ദോശയായിരുന്നു, കിട്ടി, കുഴപ്പമില്ല. ഇവിടുത്തെ പൊങ്കൽ നല്ലതാണ്. ഇന്നലെ മസാല ദോശ കഴിച്ചുകൊണ്ട് ഇന്നത്തെ പൊങ്കൽ ഇവിടെ ഇന്ന് പൊങ്കൽ കഴിക്കാൻ നല്ല ഗീയൊക്കെ ഇട്ട് നിറയെ കാഷ്യൂസ് ഒക്കെ ഇട്ട് കൊണ്ടുതരാം കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമുക്കിന്ന് കമ്പന്തേനി വഴി തിരിച്ച് വീട്ടിലേക്ക് പോകാവേ. പോകുന്ന വഴിക്ക് ഏതെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. തിരുച്ചെന്തൂർ പോവാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇനി കമ്പന്തേനി വഴി പോകുന്നത് കൊണ്ട് നമ്മൾ തിരുച്ചെന്തൂർ പോകത്തില്ല. ഞാൻ തിരുച്ചെന്തൂർ ഓൾറെഡി പോയിട്ടുണ്ട് വളരെ മുമ്പ്. എന്തായാലും പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും നല്ല കുഞ്ഞമ്പലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറി തൊഴുത് വീട്ടിലേക്ക് പോവാം. ഇന്ന് സൺഡേ ആണ്, നല്ല തിരക്കുണ്ട്. അയ്യപ്പൻ നമ്മുടെ നട തുറന്നു. ശബരിമല അയ്യപ്പന്മാര് റോഡിലും ഫുൾ വണ്ടികളാണ്. കടകളിലൊക്കെ കയറുമ്പോൾ അയ്യപ്പന്മാരും നിറയുണ്ട് കേട്ടോ. ഇത് അയ്യപ്പന്മാരാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാടായിരിക്കൂല, കർണാടക ആന്ധ്രയോ ആയിരിക്കും. വണ്ടിയുടെ രജിസ്ട്രേഷൻ നോക്കുമ്പോൾ അറിയാം. പക്ഷെ തമിഴ്നാട് തന്നെ. അവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഫുൾ ഇതായിരിക്കും സെറ്റപ്പ്. ആ തിരക്കായില്ല. 7:45 ഉള്ളത് കൊണ്ട് തിരക്കായില്ല. ഞാനൊരു പൊങ്കൽ വാങ്ങിയേ. എനിക്ക് പൊങ്കൽ പേഴ്സണലി ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ തിരുപ്പതി പോയ ശേഷം അവിടെ അന്നദാനം കഴിക്കാൻ കയറുമ്പോൾ പൊങ്കലും ഇങ്ങനെ ചട്നിയും കൂടെ കൊണ്ടൊഴിക്കും. എനിക്ക് സ്വാദാന്നറിയോ. അങ്ങനെയാണ് ഞാൻ പൊങ്കൽ ഫാനായത്. ഞാൻ പൊങ്കൽ പറഞ്ഞു, ഏട്ടൻ പൂരി പറഞ്ഞു, സാമ്പാർ വട പറഞ്ഞു, കോഫി പറഞ്ഞു. സാമ്പാർ വട ഓണിയൻ, പൊങ്കൽ, പൂരി, കാഷ്യൂസ് ഒക്കെ കണ്ട. ഈ ചട്നി വെച്ച് കഴിക്കാനാണ് പ്രത്യേക ടേസ്റ്റ്. അതാ കഴിക്കാനും കൊള്ളാം. നിറയെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടോ കാഷ്യൂസ് കണ്ട. ഒരു പൊങ്കല് 110 രൂപ കേട്ടോ. അല്ല, ക്വാണ്ടിറ്റി ഒന്നുമില്ലേ. 2 പൂരി 110 രൂപ. പിന്നെ സാമ്പാർ വടയും കൂടി ചേർത്ത് 2 കോഫിയും കൂടി ചേർത്ത് 415 രൂപ. കുറച്ച് വലിയ ബില്ലായിരുന്നു, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ അടിപൊളി വെയിൽ കേട്ടോ. ആ ഓട്ടോയ്ക്കകത്തൊരു മനുഷ്യൻ എന്ത് കൂളായിട്ടിരിക്കുന്നു നോക്കിയേ. ഫോണൊക്കെ കുത്തി ചെയറിൽ എന്ത് കൂളായിട്ടിരിക്കണമെന്ന് നോക്കിയേ. പുള്ളിക്ക് വെയിലൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഒരു സ്ഥിരം പോകുന്ന ആൾക്കാരാവാം, അതുകൊണ്ടാവാം. നമ്മുടെ ഫുൾ പ്ലാൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ തേനി വഴി പോകാൻ നിന്നപ്പോൾ കുറച്ച് ചെട്ടിനാട് സാരീസ് കൂടെ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെട്ടിനാടേക്ക് പോവാണ്. കാരണം നമ്മൾ ചെട്ടിനാട് സാരീസ് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറേ നാൾ ചെട്ടിനാട് സാരി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്ന് മാറ്റാനാണ് നമ്മൾ കല്യാണി കോട്ടനും മഹേശ്വരി കോട്ടനും ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വീണ്ടും ചെട്ടിനാട് സാരീസിന് എൻക്വയറീസ് വരുന്നത് കൊണ്ട് കുറച്ച് ചെട്ടിനാട് കോട്ടനൂടെ എടുക്കാന്ന് കരുതി നമ്മൾ പോകുന്ന വഴിക്കാണ്. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഏട്ടൻ എന്നോട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പൊ അതെനിക്ക് അറിയത്തില്ല. വീഡിയോയുടെ ലാസ്റ്റ് ആണ്. വൈകുന്നേരം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വീഡിയോയുടെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട്. ഇന്നെന്റെ പിറന്ന നാളാണ്. അതുകൊണ്ട് എന്താണ് സർപ്രൈസ് തരാന്ന് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. എന്താണ് സർപ്രൈസ് എന്ന് അറിയാനായിട്ട് ഞാനും ആകാംക്ഷയിലാണ്. കരിക്ക് കുടിക്കാൻ വന്നു. കരിക്കെടുക്കാമേ. ഒരു കരിക്ക് നമുക്ക് വാങ്ങിക്കാം. കരിക്കെല്ലാം വെട്ടി കുടിച്ചു. അവിടെ അവര് വീഡിയോ എടുക്കല്ലെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ എടുത്തില്ല. നമ്മൾ നേരെ ചെട്ടിനാട് നമുക്ക് മുന്നേ എടുത്ത് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ സാരിയും അത് എവിടെയാണോ ഉണ്ടാക്കുന്നത് അവിടെ പോയാണ് നമ്മൾ എടുക്കുന്നത്. ആ ചെട്ടിനാട് സാരീസ് ഉണ്ടാക്കുന്ന ആ വില്ലേജിലാണ് പോകുന്നത്. നെയ്ത്ത് ഒക്കെ ചെയ്യുന്ന. ഇന്ന് സൺഡേ ആണ്, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പിന്നെ എല്ലാം വീടുകളിലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടുള്ളൊരു പ്രതീക്ഷയിൽ
ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം നമ്മളതിൽ കാഞ്ചി കോട്ടൺ ഉണ്ട്, ചെട്ടിനാട് കോട്ടൺ ഉണ്ട്, കല്യാണി കോട്ടൺ ഉണ്ട്, മഹേശ്വരി കോട്ടൺ ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് സാരീസ് ഉണ്ട്. സിൽക്ക് സാരി ഞാൻ ഇപ്പോഴും ആക്ച്വലി എടുക്കണമെന്ന് കരുതാണ്, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ സിൽക്ക് സാരിയും കൊണ്ടുവരും കേട്ടോ. സിൽക്ക് സാരി ഓൾറെഡി നമ്മളിൽ ഉണ്ടായിരുന്നു, പിന്നീട് കൂടുതലും മറ്റതിനാണ് മൂവ്മെന്റ് ഉള്ളത് കൊണ്ടാണ് എടുക്കാത്തത്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ സിൽക്ക് സാരി എടുക്കും കേട്ടോ. അപ്പൊ എന്താണ് സർപ്രൈസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണേ. നമ്മള് ചെട്ടനാട് ആ വേവ് ചെയ്യുന്ന ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേവ് ചെയ്യുന്ന ശബ്ദം കേൾക്കാവോ എന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓരോ സാരികളും ഓരോ ഗ്രാമത്തില്, സിറ്റിയിലൊന്നും അല്ല കേട്ടോ, ഭയങ്കര ഉള്ളിലോട്ടാണ് നെയ്ത് വരുന്നത്. ഒരുപാട് കണക്ഷൻസ് വെച്ചാണ് നമ്മൾ ഓരോ സ്ഥലത്ത് വന്ന് വാങ്ങുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നെയ്യുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് വീടുകളിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കയറി ഇറങ്ങി കടകൾ ഉണ്ടോന്ന് അറിയില്ല, സൺഡേ ആയിട്ട് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ ഉള്ള വീഡിയോസ് ഇടാം. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. നമ്മൾ ഈ യാത്രയിലാണെന്ന് ഞാൻ ഓർക്കാണ്ട് നമ്മുടെ വസ്ത്രയുടെ കളക്ഷൻസിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് അതിന്റെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും എന്നോട് ഫോട്ടോസ് ചോദിക്കുന്നുണ്ട്. എനിക്ക് വീട്ടിൽ ചെന്നാലേ ഫോട്ടോസ് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ മെസ്സേജ് ഇടാം. അപ്പൊ മാത്രമേ എനിക്ക് റിമൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയും മെസ്സേജസ് വരുമ്പോൾ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ അങ്ങനെ ഒരു ചെറിയ അബദ്ധം പറ്റി. എന്തായാലും നമുക്കിവിടെ സാരീസ് ഉണ്ടോ നോക്കാവേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സത്യമായിട്ടും സാധനങ്ങളൊന്നുമില്ല. ഹോൾസെയിൽ അല്ല, ടെക്സ്റ്റൈൽസ് ഒക്കെ വന്ന് രാവിലെ എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ ഇല്ല കേട്ടോ. പക്ഷെ അടിപൊളി സാരികൾ 3000 എബോവ് 2000 എബോവ് വൈരൂസി പട്ടിന്റെ ഒക്കെ അടിപൊളി സാരികൾ ഇരിക്കണം കേട്ടോ. ഭയങ്കര കളർ കോമ്പിനേഷനിൽ 2000 എബോവ് ആണ്. ഞാൻ വാങ്ങിയാൽ നിങ്ങൾ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. വാങ്ങിയാൽ എടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട്. പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാണ്. വൈരൂസി പട്ട് അല്ലാത്ത അടിപൊളി കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ സിമ്പിൾ ആൻഡ് എലഗൻ ലുക്ക് കിട്ടുന്ന അടിപൊളി സാരികളുണ്ട് കേട്ടോ. ഇനി ഇവിടെ 1-2 കടകൾ കൂടെ ഉണ്ട്, നമുക്ക് അവിടെ കൂടെ ഒന്ന് കയറി നോക്കാം. നോക്കൂ ഗൈസ്, എന്റെ കഴുത്തില് ഈ പണ്ടാറ് ഷോൾ ഇട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോഴേ ചൊറിഞ്ഞാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ പുഴു എന്തേലും കടിച്ചടാവൂന്ന് ഇരുത്തി ഞാൻ അങ്ങ് വിട്ട്. അത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ആ ഷോൾ എടുത്തിട്ട് എന്റെ കഴുത്ത് വീണ്ടും ഫുൾ കടിച്ചു. ഇനി ഷോളിനെ ഞാൻ ഉപേക്ഷിക്കാൻ പോവാണ് ഗൈസ്. ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിലല്ല പോകുന്നത് കേട്ടോ. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും സർപ്രൈസോടുകൂടി സസ്പെൻസോടുകൂടി അതിരിക്കട്ടെ. ഫുഡ് എന്തുണ്ടോ നോക്കട്ടെ. ഇന്നലെ കൊത്തു പൊറോട്ട കിട്ടിയില്ലെങ്കിൽ എന്ത്, ഇന്ന് കൊത്തു പൊറോട്ട ഉണ്ട്. അല്ല, നമ്മൾ അലങ്ങി നടന്നെങ്കിൽ എന്താ ഇവിടെ കൊത്തു പൊറോട്ടയ്ക്ക് പറഞ്ഞേ. ഞാനിപ്പോൾ ഭയങ്കര കൊത്തു പൊറോട്ട ഫാനാണ്. ഇന്നലെ ആ ഒരു കൊത്തു പൊറോട്ടയുടെ ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടല്ലോ. ഇതും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം. ചിക്കൻ കൊത്തു പൊറോട്ട. അവരുടെ ഗ്രേവി ഇന്നലത്തതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മളിപ്പോ തേനി വഴിയാട്ടോ പോകുന്നത്. ഗ്രേപ്പ് സിറ്റി ഇവിടെയാണ് ഇങ്ങോട്ട്. അതായത് തേനി വഴി പോകുമ്പോൾ ഈ റോഡ് സൈഡിൽ ഫുൾ നമുക്കിങ്ങനെ ഗ്രേപ്സിന്റെ മുന്തിരിത്തോട്ടങ്ങൾ കാണാം. സീസണൊക്കെ ആകുമ്പോൾ ഇറങ്ങി അവിടെ നിന്ന് പറിക്കാനൊക്കെ പറ്റുമെന്നാണ് പറിക്കാനല്ല, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴി നല്ല രസമുണ്ട്. നമ്മൾ തേനി വഴിയാണ് പോകുന്നത്. അപ്പൊ എനിക്കൊന്ന് തേനി വഴി വീട്ടിലേക്കായിരിക്കും പോകുന്നത് തന്നെ. ഇനി മുഖം തിരിക്കാൻ പറ്റൂലല്ലോ. വണ്ടി ഓടിച്ചോണ്ടിരിക്കണോണ്ട് മുഖം മറക്കാൻ പറ്റൂല. വീട്ടിലോട്ടായിരിക്കും എന്ന വിശ്വാസത്തിൽ പോകുന്നു. നമ്മളിന്ന് ലഡാക്കിൽ പോയിട്ട് വന്നപ്പോൾ മുന്തിരിത്തോട്ടം കണ്ടല്ലോ. അപ്പോൾ അവിടെയെങ്കിലും നമുക്ക് ഇറങ്ങി വീഡിയോ എടുക്കാനോ ഒന്നും സമ്മതിച്ചില്ല കേട്ടോ അവര്. പക്ഷെ കമ്പം തേനി പോകുന്ന റൂട്ട് ഫുൾ 2 സൈഡിലും മുന്തിരിത്തോട്ടം എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ ഒന്നും നമ്മൾ ഈ വന്ന വഴിക്കൊന്നും കണ്ടില്ല. പക്ഷെ അവിടെ ഇറങ്ങി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മുന്തിരി സീസൺ ആണോ ആയിരിക്കും. നമ്മളന്ന് ലഡാക്കിൽ പോയിട്ട് വന്നപ്പോൾ നിറയെ മുന്തിരികൾ നിക്കണ കണ്ടല്ലോ. നോക്ക് ഗൈസ്, 1 കിലോ മുന്തിരി 50 രൂപ. ഇതാണ്ട് വണ്ടികളൊക്കെ കിടക്കുന്ന അതാണ് മുന്തിരിത്തോട്ടം. എന്താണ് മുന്തിരിത്തോട്ടം കാണാൻ? ഇവിടെ നിറച്ച ആൾക്കാർ. നോക്ക്, ഇന്ന് സൺഡേ കൂടെ അല്ലേ. നമുക്ക് ഈ ട്രിവാൻഡ്രത്തുനിന്നൊക്കെ തെങ്കാശി, കൊല്ലം അവിടെ നിന്നൊക്കെ വരാൻ എളുപ്പമാണേ. അപ്പൊ ഒരു 1 ഡേ ട്രിപ്പ് അല്ലേ ഏട്ടാ, ഒരു ദിവസം വന്നുകൊണ്ട് അവിടെ നിറച്ച ആൾക്കാര്. മുന്തിരിത്തോട്ടം വേണ്ട തിരക്കായിരിക്കും. 1 കിലോ മുന്തിരി 50 രൂപയുള്ളൂ മക്കളെ. നമ്മളന്ന് 150 രൂപയ്ക്കാണ് 1 കിലോ മുന്തിരി വാങ്ങിച്ചല്ലേ. ഇവിടെ നിന്ന് ഒരു 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് 150 രൂപയ്ക്ക് തന്നു. 100 രൂപ പ്രോഫിറ്റ്. പക്ഷെ വലിയ രുചിയൊന്നും ഇല്ല കേട്ടോ. മധുരം നല്ല കിടിലം മധുരം, പക്ഷെ ടേസ്റ്റ് ഇല്ല. പച്ചവെള്ളത്തിൽ മധുരം ഇട്ട ടേസ്റ്റ് ആണ് കേട്ടോ. അവിടെ നിറയെ വണ്ടികളും ആൾക്കാരും അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ഇറങ്ങി കാണുകയൊക്കെ ചെയ്യണം.
കൊല്ലത്തു നിന്നൊക്കെ വരുമ്പോ ഒരു 1 ഡേ ട്രിപ്പ് വന്ന് മുന്തിരിത്തോട്ടമൊക്കെ കണ്ടിട്ട് കമ്പന്തേനി വന്നിട്ട് തിരിച്ച് 1 ഡേ മതിയാവോ? 1 ഡേ ട്രിപ്പ് വന്നിട്ട് തിരിച്ചു പോവാം. കൊല്ലമല്ല, പത്തനംതിട്ട. എങ്കിൽ നമുക്ക് ഒരു ദിവസം വന്ന് പോകാൻ പറ്റും. കുട്ടിക്കാനം അവിടെ നിന്നൊക്കെ വരാൻ എളുപ്പം. ഈ ക്ലിങ് ക്ലിങ് അടിക്കുന്നത് എന്റെ വസ്ത്രയുടെ കേട്ടോ. എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. വീടെത്തുന്നതിന് മുന്നേ വസ്ത്രയിൽ നമ്മുടെ കളക്ഷൻസ് ഇട്ടു. മെസ്സേജസ് കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, എനിക്ക് തലവേദന എടുക്കുന്നു. ഏതൊക്കെ എന്തൊക്കെ അവർക്ക് നമ്മളിൽ പ്രോഡക്ട്സ് ഉണ്ട്, ഫോട്ടോസ് ചോദിക്കുന്നവരുണ്ട്, അതൊന്നും അയച്ചു കൊടുക്കാൻ പറ്റാതെ ഞാൻ അകപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ മുന്തിരിത്തോട്ടം ഉണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ എങ്ങും ആരും ഇറങ്ങുന്നില്ല. ഇവിടെ അവര് ഇറക്കില്ലായിരിക്കും. നമ്മൾ കഴിഞ്ഞ അന്ന് ഇറങ്ങി വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അവർ സമ്മതിച്ചില്ലല്ലോ. അപ്പൊ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പെർമിഷൻ ഉള്ളത്. അതുകൊണ്ടാവും അവിടെ അത്രയും തിരക്ക് കേട്ടോ. ഇവിടെയൊക്കെ ചായ കട. ഞാൻ കരുതി മുന്തിരി. അതാണ് മുന്തിരി ഉണ്ട്. അത് വേറെന്തോ വെജിറ്റബിൾ കൃഷി, പാവയ്ക്കാണെന്ന് തോന്നുന്നു. ജോലി കഴിഞ്ഞ് പോകുന്ന അമ്മൂമ്മമാര്, അത് മാത്രമാണ് മെയിൻ. ഒരു നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു സ്പോട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള ഒരു സ്ഥലം അവിടെയാണ്. ബാക്കി അല്ലാതെ ഇവിടുത്തെ തോട്ടത്തൊന്നും എടുക്കത്തില്ല കേട്ടോ. നല്ല രസമുണ്ട്, നല്ല മഴക്കാറൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ മഴയേ ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ മഴയായിരിക്കും. ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചൊന്നുമില്ല. അങ്ങോട്ട് നല്ല മഴക്കാറുണ്ട്. അപ്പം മിക്കവാറും നമ്മൾ തെങ്കാശി വഴിയാണ് പോണത്. തെങ്കാശി വഴിയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, ഇതെല്ലാം മുന്തിരി കൃഷിയാണേ. അത് കുറച്ച് കുഴിയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് മുകൾ ഭാഗം ഇല മാത്രമേ കാണാവൂ. ഇവിടെ 2 സൈഡിലും ഫുൾ മുന്തിരി കൃഷിയാണ്. നല്ല കാലാവസ്ഥ, മഴക്കാറുണ്ട്, ചെറുതായിട്ട് മഴ പൊടിയുന്നു. വെയിലില്ലാത്തത് കൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ ഈ ഒരു സമയം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര വെയിലായിരിക്കും. എന്നാലും അവിടെയൊക്കെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ മഴ. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടില് വൈകുന്നേരം മഴയും രാവിലെ വെയിലും ആണെന്ന് തോന്നുന്നു. നമ്മുടെ അവിടെ ഇപ്പോൾ എപ്പോഴും മഴയല്ലേ. ഇന്നലത്തെയും കാലാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഞാൻ വീട്ടിൽ വിളിച്ചില്ല, ചോദിച്ചില്ല, അതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ഇതാണ് ഏട്ടൻ പറഞ്ഞത് സർപ്രൈസ്. കമ്പന്തേനി വഴി മുന്തിരിത്തോട്ടം കാണിക്കുന്നു. ഇതൊക്കെ ശ്രീകുട്ടി കണ്ടിട്ടുള്ള എന്നെ മുന്തിരിത്തോട്ടം. സേലം വഴി അന്ന് പോയപ്പോ ഇഷ്ടം പോലെ മുന്തിരിത്തോട്ടം കണ്ടതിന്. അവിടെയൊക്കെ ഇങ്ങനെ കറുത്ത് ഇത്ര വലിയ ബോൾസ് ആയിട്ടുള്ള മുന്തിരി കിടക്കണ കണ്ടു. ഇവിടെ പക്ഷെ കണ്ടുകൂടെ, ഇവിടെ ഇല്ല തോന്നുന്നു. മരം മാത്രമേ ഉള്ളൂ. അവിടെ ഉണങ്ങി നിൽക്കണ ഇത് പച്ചപ്പുണ്ട്. ആ സൈഡിലും ഉണ്ട്. വേണ്ട, അവിടെ മനുഷ്യനെ പറത്തിക്കൊണ്ട് പോണ വണ്ടികള്. നമ്മളിതേ കുമിളി എത്താറായി. നമ്മൾ പോകുന്നത് തെങ്കാശി വഴിയല്ല കേട്ടോ. മുല്ലപ്പെരിയാറിന്റെ ഭാഗമായിട്ടുള്ള പെരിയാർ പവർ സ്റ്റേഷൻ അതൊന്നും കണ്ടുകൂടാ. അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ടും കാര്യമില്ല. അതിന്റെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തോ സ്ഥലമാണെന്ന് തോന്നുന്നു. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പൊട്ടത്തരാണോ പറയുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് പോകുന്നത്. നമ്മൾ തെങ്കാശിയിലേക്കല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മൾ എവിടേക്കാണ് പോകുന്നത് മിസ്റ്റർ മനോജ് കുമാർ? എവിടേക്കോ പോകണം. വണ്ടിയിൽ പെട്രോൾ ഉണ്ട്, അടിക്കുന്നു, പോകുന്നു. വസ്ത്രയുടെ കുറെ തുണികളും ഉണ്ട്. നമ്മളതാ പോകുന്നു. എവിടേക്കാണ് പോകുന്നത്? വീട്ടിലേക്കല്ലാന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പറയൂലെന്ന് തന്നെ. അപ്പൊ കാണാം, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഉറപ്പായിട്ടും വീട്ടിലേക്കല്ല കേട്ടോ. എങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മൾ വേറെ റൂട്ട് കയറിയാണ് പോണത്, അല്ലേ? സ്ഥലമായിട്ട് ഒന്നും മിണ്ടല്ല ഗൈസ്. കൊള്ളാം കേട്ടോ, നല്ല രസമുള്ള സ്ഥലം. നല്ല നല്ല രസം. വെയിലൂടെ ഇല്ലാത്തതുകൊണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മൂടി ക്ലൈമറ്റിൽ നിൽക്കുന്നത് കൊണ്ട് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഗൈസ്, ഇത് ഭയങ്കര വലിയ യൂപിൻ കർവ്, അങ്ങനല്ലേ പറയണ? യൂപിൻ കർവ് ആണ് കേട്ടോ. ഇവിടെ ഫുൾ ബ്ലോക്കായി കിടക്കണം. ഇവിടെ നിന്ന് ഏതോ വലിയ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയോ അത് ബ്ലോക്കായി നിൽക്കുക കേട്ടോ. ഇത്രയും വണ്ടികൾ കിടക്കണം. ബൈക്കെല്ലാം കയറി പോകുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് വരുന്നത്. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ഹൈ റേഞ്ച്, ഭയങ്കര വലിയ കർവ്സ്. ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടുപോകുന്ന എന്തോന്നാണ് ആ പൈപ്പ് വലിയ പൈപ്പ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലം, ഭയങ്കര രസമുള്ള സ്ഥലം. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊള്ളാം കേട്ടോ. ചെറിയ മഴയൊക്കെ പൊടിഞ്ഞു. ഇന്ന് സൺഡേ ആയതുകൊണ്ടാവും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് റോഡ്. അവിടെ നിന്ന് വലിയ ഹെയർപിൻ കർവ് ആയതുകൊണ്ട് വലിയ ബസ്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ബ്ലോക്ക് കഴിഞ്ഞ് കയറിയതേ ഉള്ളൂ. നമ്മൾ മൂന്നാർ പോയിട്ട് തിരിച്ച് മൂന്നാർ പോകുന്ന റൂട്ടുണ്ടല്ലോ ഇതുപോലെ, ഇങ്ങനെ മുളയൊക്കെ അല്ലേ? ആ റൂട്ട് പോലെ കേട്ടോ. നല്ല രസമുണ്ട്. നല്ല തിരക്ക് റോഡ്. ഞങ്ങൾക്ക് സൺഡേ ആയിട്ട് തിരക്ക് അധികം കാണുന്നതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നിറയെ വണ്ടികൾ വരുന്നുണ്ട്, ഇവിടെ നിന്ന് നിറയെ വണ്ടികൾ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട് വിട്ട് കേരളം കയറിയിട്ടുണ്ട്. ഇതെവിടെയാണ് കേട്ടോ?
കുമിളി കേരളത്തിലോ തമിഴ്നാട്ടിലോ? തമിഴ്നാട്ടിലല്ലേ? ഇപ്പൊ ഈ ബോർഡർ കഴിഞ്ഞ് നമ്മൾ കയറണം എവിടെയാണ്? എന്നാ തേക്കടി റോഡൊന്ന് ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ കുട്ടിക്കാനം. അപ്പൊ നമ്മൾ കുട്ടിക്കാനത്താ പോണത്? കുട്ടിക്കാനം വഴിയാണ് പോണത്. എന്തോന്നേട്ടോ വല്ലതും ചോദിച്ചാ കറക്റ്റ് ആൻസർ പറയുന്നേ. നമ്മളത് കേരളം, നമ്മളെപ്പോഴും കളിയിക്കാവുള്ള വഴിയല്ലേ നമ്മൾ കേരളത്തിൽ പോണത്. നമ്മൾ കുമിളി എത്തി. കുമിളി കഴിഞ്ഞിട്ട് കേരളത്തിൽ കയറാണ്. പെട്രോൾ അടിച്ചില്ല. നമ്മളെപ്പോഴും കളിയിക്കാവുള്ള വഴിയാണ് കേരളം കയറുന്നത്. നമ്മൾ കുമിളി വഴി ഇതേ കേരളം കയറി. ചേട്ടൻ എന്തോന്ന് വിളിക്കുന്നത്? ചിപ്സ്. കേരള ചിപ്സിന് ഭയങ്കര ഡിമാൻഡ് ആട്ടോ. അതുകൊണ്ടാണ് ചിപ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവർ വിളിക്കുന്നത്. ഇത് മൂന്നാർ പോകുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നിറയെ ഏലത്തോട്ടവും നല്ല രസമുണ്ട്. നല്ല ഇങ്ങനെ രണ്ട് സൈഡിലും ഭയങ്കര വലിയ കുത്തന കയറ്റം. ഹെപ്പിൻകോ ഇത് എന്തോന്ന് കയറ്റം? ഇത് കയറ്റവും വളവും എല്ലാം കൂടെ ചേർന്ന് ഒരു സാധനം. എന്തായാലും ലഡാക്കി പോയാലാവില്ല. ഗൈസ്, നമ്മൾ കുമിളിയെ കയറിയപ്പോഴേ ഒരാളെ സർപ്രൈസ് പോളിങ് ആട്ടോ. നമ്മളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എവിടെയാന്നുള്ളത് ഞാനും അങ്ങനെ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാം നിങ്ങൾക്ക്. അപ്പോൾ മാപ്പ് ഇട്ടാലേ കറക്റ്റ് ലൊക്കേഷൻ എത്തത്തുള്ളൂ. അങ്ങനെ മാപ്പ് ഇട്ടപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു എവിടേക്കാണെന്നുള്ളത്. ഭയങ്കര വലിയ സർപ്രൈസ്. നമുക്ക് സ്ഥലം എത്തിയ ശേഷം കാണിക്കാം. അതങ്ങനെ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. വീഡിയോയുടെ അവസാനം കാണിക്കാം നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. പക്ഷേ രസമുള്ള സ്ഥലം കേട്ടോ. നമ്മൾ മൂന്നാർ പോയിട്ടൊക്കെ വരുമ്പോൾ ഉള്ള പോകുന്ന ആ ഒരു ഫീലും. ഇത് ഷോർട്ട് കട്ട് ആണോ എന്നറിയില്ല ഈ റോഡ്. ഇവിടെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ചെമ്പരത്തി ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ ചെമ്പരത്തി. അത് പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നമ്മൾ മൂന്നാർ പോയപ്പോഴേ നമ്മുടെ ഏട്ടൻ്റെ അമ്മായിയുടെ വീട് അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ ഉള്ള അതേ ഒരു കാഴ്ച നോക്കി. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെയൊക്കെ എന്ത് പ്ലാവ് നിറച്ച് നിൽക്കുന്ന. പിന്നെ ഏലത്തോട്ടം. ഏലം നോക്ക്. മുകളിൽ ഫുൾ കാണുന്നത് ഏലം കേട്ടോ. ഇത് ഏതോ എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റിന്റെ ഭാഗം കേട്ടോ. ഏലത്തോട്ടം എസ്റ്റേറ്റ് ആണ് കേട്ടോ. അതെ. പിന്നെ ചെമ്പരത്തി ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ട് സൈഡിലും നിറയെ ചെമ്പരത്തി പൂത്ത് നിൽപ്പുണ്ട്. അത് കാണാൻ ഭയങ്കര ഭംഗി. പൂത്ത് നിൽക്കുന്നത് കാണാൻ. ഈ എസ്റ്റേറ്റിന്റെ സൈഡിൽ അവര് വേലി പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെമ്പരത്തി ഇതൊക്കെ ഉണ്ടോ. ഏലം. റോഡ് ഭയങ്കര ഇങ്ങനെ ചാടി അതുകൊണ്ടാണ് വീട് ഇങ്ങനെ ചാടി നിൽക്കുന്നത്. സത്യമായിട്ട് ഇതിന്റെ നടുക്ക് ഓരോ വീടുകളെ എന്ത് രസമായിട്ട് ഇരിപ്പുണ്ടെന്ന് അറിയത്. കാണുമ്പോൾ ഇവിടെ സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ തോന്നുന്നു. ഈ സ്ഥലത്തിന്റെ പേരാണ് പത്തുമാറി. മുകളിലോട്ട് പത്തുമുറി. സോറി, പത്തുമുറി. ഈ പത്തുമുറിയിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ അവിടെ ഇരുന്ന് വീഡിയോ കാണുന്ന ഞാൻ എന്ന് പറഞ്ഞ് കമന്റ് വരെ. അതുപോലെ പത്തുമുറിയിൽ ആരെങ്കിലും ഇരുന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കേരളം കയറി മഴയും തുടങ്ങി കേട്ടോ. ഇത്രയും സമയം മഴയില്ല, ഒന്നുമില്ല. അതെ, അവിടെയൊക്കെ മഞ്ഞിറങ്ങി. നമ്മൾ മഞ്ഞുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഗൈസ്. ഈ വീട് കൊള്ളൂല. അയ്യോ, നമ്മളെ വീഡിയോ ആരെങ്കിലും കണ്ടോണ്ടിരിക്കണവരാണെങ്കിൽ. ചെമ്പരത്തിയേ ഉള്ളൂ കേട്ടോ രണ്ട് സൈഡിലും. അവര് വേലി പോലെ കെട്ടിയിരിക്കുന്നതാണ് ഈ ചെമ്പരത്തി. പക്ഷെ അത് ഭംഗിയുണ്ട്. നമ്മൾ ഈ മതില് കെട്ടുന്ന പോലെ അവര് വേലി പോലെ നിറയെ പൂത്തൊന്നും അത് കാണാനും ഭംഗിയുണ്ട്. ഇവിടെ ഞാൻ മറ്റെങ്ങും കാണാത്ത കൃഷി കൂടുതൽ കണ്ടത് പ്ലാവ് കേട്ടോ. പ്ലാവിന്റെ കൃഷി. അത് അതിന്റെ ശാഖകളെല്ലാം വെട്ടിവിട്ടേക്കാണ്. അപ്പൊ തീർത്ത് വന്നിട്ട് നിറയെ ചക്ക നിൽക്കണ. അതായിരിക്കും. പക്ഷെ നിറയെ ചക്ക നിൽക്കണ കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു പ്ലാവിന്റെ ചക്ക കൃഷി ആദ്യമായിട്ടാണ് കേരളത്തിൽ കാണുന്നത്. ഫുൾ കാട് പിടിച്ചിരിക്കണം. ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. രസമുണ്ട് കേട്ടോ. ഈ ഏലത്തോട്ടത്തിന്റെ ഒക്കെ നടുക്ക് നിറയെ വീടാണ്ട് ഒരു എസ്റ്റേറ്റ് ഫുൾ ഇങ്ങനെ. അതായത് ഫുൾ പ്ലാവാട്ടോ. പ്ലാവ് കണ്ടോ, നിറയെ പ്ലാവ് നിൽക്കുന്നു. അതിൽ നിറച്ച ചക്കയുണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് തമിഴ് ചേട്ടന്മാര് ചക്ക കൊണ്ടുപോയി ചക്ക വറ്റലാക്കി നമുക്ക് ചക്ക വറുത്തൊക്കെ തരുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാട്ടിൽ പോയപ്പോഴേ അവിടെ ഒരുപാട് കൃഷികൾ ഇങ്ങനെ തെങ്ങ്, കരിമ്പ്, കപ്പലണ്ടി, കടല, എള്ള് ഒക്കെ കൃഷിയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ എന്താ കൃഷിയുള്ളത്? ഒന്നുമില്ല, എല്ലാം തമിഴ്നാട്ടിലുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഒരാൾ കമന്റ് ചെയ്തിരുന്നു, നമ്മുടെ നാട്ടിൽ ഏലം, കുരുമുളക്. സത്യമായിട്ടോ, അതൊന്നും നമ്മുടെ നാട്ടിലല്ലേ ഉള്ളൂ. ഏലം, കുരുമുളക്, പിന്നെന്താ കേട്ടാ വില കൂടിയ ഈ സ്പൈസസ് എല്ലാം നമ്മുടെ നാട്ടിലല്ലേ കൃഷി ചെയ്യണത്.
പിന്നെ എന്താ ഇപ്പൊ പ്ലാവ്, ചക്ക നമ്മുടെ നാട്ടിലുള്ളൂ. തമിഴ്നാട്ടിൽ കയറുമ്പോൾ ചക്ക ഇങ്ങനെ 2-3 പീസ് വെച്ചിരിക്കും. 100 രൂപയ്ക്കാണ് അതിന് വില ചോദിക്കുന്നത് കേട്ടോ. ആ പ്ലാവ്, പിന്നെ ചക്ക, അത് നിറയെ പ്ലാവ് കണ്ടോ. അതിന്റെ ശാഖകള് വെട്ടി വിട്ടേക്കാണ്, തിളിർത്ത് വരും. കുരുമുളക് പടർത്തി വിട്ടിട്ടുണ്ട്, അതില് നിറയെ ചക്ക നിൽപ്പുണ്ട് കേട്ടോ. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കേരളത്തില് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. കൊള്ളാം, അടിപൊളി. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് ഞാൻ വളരെ പുഷ്ടത്തോടെ പറഞ്ഞു കേരളത്തിൽ എന്തുണ്ടെന്ന്. പക്ഷെ ഇപ്പോ അന്ന് ആ കമന്റ് കണ്ടതോടെ മനസ്സിലാക്കി, ശരിയാണ്, നമ്മളവിടെ ഏലവും കുരുമുളകും ചക്കയും ഒക്കെ കൃഷിയുണ്ടല്ലോ എന്നുള്ളത്. ഇവിടെ ഇത്രയേറെ ഏലം കൃഷി ഞാൻ എൻ്റെ യാത്രകളിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. മൂന്നാറൊന്നും ഞാൻ ഇത്രയും ഏലം കൃഷി ഉണ്ടില്ല കേട്ടോ. ആ, തേയില, ശരിയാണ്, തേയില കൃഷി. ഞാനിപ്പോ പറഞ്ഞില്ലേ ഒരു സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കയറിയിടം ഫുൾ ഏലം കൃഷിയാണ്. വീടുകളൊക്കെ വളരെ കുറവ്. ഇവിടെ കൂടുതലും തമിഴ് ആൾക്കാരാണ് കൃഷിക്കാരെന്ന് തോന്നുന്നു, കൃഷി എടുക്കാൻ വരുന്നത്, തോട്ടപ്പണിക്കാരായിട്ടൊക്കെ വരുന്നത്. അവർക്ക് താമസിക്കാൻ അവിടെ ഇവിടെ ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉള്ളതല്ലാതെ വീടുകളോ കാര്യങ്ങളോ ഒന്നും കണ്ട് ഫുൾ ഏലം. 2 സൈഡിലും ഇത്രയും ഏലം ഉണ്ടോ എന്ന് ഞാൻ സത്യം അത്രയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഏലവും. പിന്നെ ഏലത്തിന്റെ നടുക്ക് ഇതുപോലെ പ്ലാവ്, നിറയെ പ്ലാവ് നിൽപ്പുണ്ട്, അതിൽ കുരുമുളകും പടർത്തി വിട്ടിട്ടുണ്ട്. ഫുൾ പക്ക ഒരു കൃഷി, ഏലകൃഷി. എത്ര ഏക്കറായി കാണുമല്ലേ? നമ്മളൊരു 10 കിലോമീറ്റർ ആവില്ലേ ഏട്ടാ? 10 കിലോമീറ്റർ കൊണ്ട് ഈ സെയിം സാധനം തന്നെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനെ ബോർഡറായിട്ട് ചെമ്പരത്തിയും 2 സൈഡിലും ചെമ്പരത്തി നട്ടിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ രഹസ്യം ഇനി പന്നിയെങ്ങാനും കയറാതിരിക്കാനാണെങ്കിലോ. ഇതെല്ലാം ഏലമാണ്. ഈ സൈഡ് അതാ നോക്ക്. ഇത്രമാത്രം ഏലം കൃഷി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് കുമിളി എന്ത് റോഡ്? കുമിളി മൂന്നാർ റോഡും കണ്ടാണ് ഇത്. കൊള്ളാം. ഇതുപോലെ ഇത്രയും ദൂരം വന്നതിൽ നമ്മളിവിടെ ഒരു കുഞ്ഞു വീട് കണ്ടേ. ഇത് മുനിസിപ്പാലിറ്റി എന്തോന്നാ. ആ വീട്ടിലാരും താമസമില്ല. ഇതുപോലെ അവിടെ ഇവിടെ ഓരോ വീടുകൾ, 1-2 വീടുകൾ കാണും, അത്ര തന്നെ. കൊള്ളാം, നൈസ്. വലിയ റോഡൊന്നുമില്ല, കുഞ്ഞു റോഡാണ്. ഫോണൊക്കെ അടിച്ച് പോയില്ലെങ്കിൽ അവിടെ നിന്നും പറന്ന് വണ്ടി വരും, ഇവിടെ നിന്നും പറന്ന് പോകും. എന്ത് രസം നോക്ക്. നമ്മളവിടെ റബ്ബർ എസ്റ്റേറ്റ് പോലെ. പക്ഷെ ഇത് കുറച്ച് കൂടുതലിടുന്നു. ഇതൊക്കെ ഏലമാണ്. ഇവിടെ എവിടെയെങ്കിലും നിർത്തി നമുക്കൊന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചാലേ കുഞ്ഞു റോഡാണ് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിറയെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒതുക്കി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല. അതുകൊണ്ടാണ് ഇറങ്ങി വീഡിയോ എടുക്കാത്തത്. അയ്യോ, ഇത്രയും രസമുള്ള സ്ഥലം. നമുക്ക് ഇവിടെ എവിടെയും സ്ഥലം വാങ്ങിക്കാട്ടെ, എന്നിട്ട് നടുക്ക് വീട് വെച്ച് താമസിക്കാൻ. ഗോ സ്ലോ. അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ മഴക്കാറൂടെ നിൽക്കണോണ്ടാവാം കുറച്ചുകൂടെ ഭംഗി കേട്ടോ. വെയിലുണ്ടെങ്കിലും ഈ ഭംഗിയാവാം. സമയം 5 മണി ആവാറായി. അതിൻ്റെ ഒരു ഇതുകൊണ്ട് കേട്ടോ. ബസ്സൊക്കെ ഉണ്ടാകും ഇതുവഴി, ജീപ്പൊക്കെ നിറയെ പോണുണ്ട്. നമുക്ക് എന്ത് കൃഷിയുണ്ട് കേരളക്കരയ്ക്ക്? ഏലം, കുരുമുളക്, കാപ്പി, തേയില, അങ്ങനെ എടുത്ത് പറയുന്നില്ലെങ്കിലും തേയില, ചക്ക. ഓ, എന്ത് അടിപൊളി സ്ഥലം, അടിപൊളി. നമ്മളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അതിനെക്കാട്ടി വലിയൊരു സർപ്രൈസ് അവിടെ വരുന്നുണ്ട്. അതെല്ലാം സർപ്രൈസ് ആയിട്ട് വീഡിയോയുടെ അവസാനം, എങ്കിലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണത്തുള്ളൂ. അടിപൊളി സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാലാവസ്ഥ നല്ല രീതിയിൽ നിൽക്കുന്നു. മഴയില്ല, വെയിലധികം ഇല്ല, നല്ലതായിട്ട് നിൽക്കുന്നു. നമ്മളിനി എത്താൻ ഒരു മണിക്കൂർ കൂടെ ഉണ്ട്, ഒരു 30 കിലോമീറ്റർ കൂടെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര കട്ടപ്പനയൊക്കെ കഴിഞ്ഞ്. ഈ സ്ഥലത്തിന്റെ പേരെന്തോന്ന്? ഡബിൾ കട്ടിങ് എന്നാ ചേട്ടാ സ്ഥലത്തിന്റെ പേര്? ഡബിൾ കട്ടിങ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ഇല്ല, തണുത്ത് നമ്മൾ ചൂടുണ്ടെന്നൊക്കെ വീഡിയോ എടുത്ത് അവിടെ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞു. നമ്മള് ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ ഇടുക്കി ഡാമിന്റെ ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ. സൂപ്പർ. മഞ്ഞൊക്കെ ഇറങ്ങി, നല്ല ഭംഗി. അത്യാവശ്യം ചെറിയൊരു തണുപ്പും കാര്യമൊക്കെ ഉണ്ട്. ചെറുതായിട്ട് മഴ പൊടിയുന്നു. അടിപൊളി ഭംഗി കേട്ടോ. ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ചായ കുടിക്കാനാണ് നമ്മൾ കുറെ ദൂരം കൊണ്ട് നോക്കുകയാണ്. അപ്പൊ ചായക്കടയൊന്നും കണ്ടില്ല. അങ്ങനെയാണ് അവിടെ ഇറങ്ങി കുടിച്ചത് കേട്ടോ. വന്നപ്പോഴേക്കും ഇത്രയും രസമുള്ള ഭംഗിയുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റി. നല്ല രസമുണ്ട് കേട്ടോ. ഇടുക്കി ഡാമിൽ ഇനി ഒരിക്കൽ വരണം. ഞാൻ ഇതുവരെയും വന്നിട്ടില്ല. ആ ഡാമിനകത്തൂടെ നമുക്ക് നടക്കാൻ പറ്റുമല്ലേ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഒരു പ്രാവശ്യം വരും. അടിപൊളി കോടമഞ്ഞ് കേട്ടോ. ഈ സൈഡൊക്കെ ഫുൾ മഞ്ഞ്. ഞാൻ എവിടെ പോയാലും ഇല്ലാത്തൊരു സാധനമാണ് ഈ കോടമഞ്ഞ്. മരങ്ങൾ കവറായി നിൽക്കുന്നതുകൊണ്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ നിറയെ കോടമഞ്ഞ്, മഴയും ഇല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു.
നല്ല കേട്ടോ. ഇവിടെയൊക്കെ കാട്ടാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. ബോർഡെല്ലാം വച്ചിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും കാണാത്ത കോടമഞ്ഞതേ ഈ സ്ഥലത്തുണ്ട് കേട്ടോ. നമ്മൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അടിപൊളി. ഫോണിൽ നമുക്ക് വീഡിയോയിൽ അത്രയും വിസിബിൾ അല്ല, പക്ഷെ നല്ല രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. പക്ഷെ എന്ന് പറഞ്ഞാൽ വലിയ തണുപ്പൊന്നുമില്ല. എന്തൊക്കെയോ കിളികളോ എന്തൊക്കെയോ വിളിക്കുന്നു. കാട്ടിനുള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല മഞ്ഞ്. നമുക്കിനി എത്താനായിട്ട് 8 കിലോമീറ്റർ ഉള്ളൂ. 18 മിനിറ്റ് കാണിക്കുന്നുണ്ട്. നല്ല മൂടൽ മഞ്ഞുണ്ട്. ക്യാമറയിൽ കാണും പോലെ അല്ല, നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത്രയും കണ്ടുകൂടാ കേട്ടോ. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന ഒരു വ്യൂ കേട്ടോ. നമ്മൾ നോർത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ മഞ്ഞ്. മസനഗുഡി വഴി ഊട്ടി പോകുന്ന റൂട്ടല്ലേ? അങ്ങോട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ പോകുന്നത്. ഒന്നും കണ്ടിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണുള്ളത്. ഇത് ഇടുക്കി ഡാമിൻ്റെ ഭാഗമാണോ? കൊള്ളാമല്ലേ? നമുക്ക് ആ സൈഡ് നല്ല ഭംഗിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ഇതുവഴി സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വസ്ത്രയിലൊരു മെസ്സേജ് വന്നു, ഞാൻ ഇടുക്കിയിലുള്ളതാണേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എന്തോന്ന് അവിടെ നിന്ന് എനിക്കൊന്നും ഇതായിരിക്കും അപ്പം എന്ന് പറഞ്ഞു. അല്ലല്ലേ, കൊള്ളാം. മഞ്ഞുണ്ടെങ്കിലും തണുപ്പില്ല. നമ്മൾ പിന്നെ ലഡാക്കിലൊക്കെ പോയി മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഇതൊന്നും പറയാം. പക്ഷെ ഈ ബ്യൂട്ടി ഒരു ലഡാക്കിലും കിട്ടൂല, നമുക്കിവിടെ മാത്രമേ കിട്ടുള്ളൂ. ഇത്രയും ഭംഗിയുള്ള സ്ഥലം കിടന്നിട്ടാണ് നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോകുന്നത്. പിള്ളേര് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വഴിയാ? നമ്മളിപ്പോൾ ഉള്ളത് കുളമാവ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ഇതാണ് കുളമാവ് ഡാം എന്ന് പറയുന്നത്. ഡാം വഴി പോവാണ്. അപ്പൊ ഇത് ഇടുക്കി ഡാമിന്റെ ഭാഗം എന്നല്ല പറയേണ്ടത്, കുളമാവ് ഡാമിന്റെ ഭാഗമാണ് കേട്ടോ. ഡാം വഴിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ മഞ്ഞ് കയറി ഭയങ്കര രസമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് എത്താറായി. അപ്പോൾ നമ്മളെ ആക്ച്വലി ഇവിടെ ഒരു സ്റ്റേ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ജസ്റ്റ് എത്താറായി. 3 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതിനെക്കാട്ടി വലിയൊരു സർപ്രൈസ് വരാനുണ്ട്. അത് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. അതൊരൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പം നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. പോയിട്ട് കാണാമേ. നമുക്ക് അവിടെ കുളമാവ്, ഇതാണ് നമ്മുടെ ആ ഒരു സാമ്രാജ്യം, ഗ്രീൻബർഗ്. അടിപൊളി റിസോർട്ടാണല്ലോ. ഇവിടെ ഒരു ഫേമസ് മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത് റിലീസായിട്ടുള്ള മോഹൻലാൽ മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ മൂവിയുടെ പേര് എന്താണെന്നുള്ളത് ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ പറയാവേ. പോത്തൊക്കെ നെയ്യുന്ന പോത്ത്. ഓക്കേ, കൊള്ളാം. ഇതൊക്കെ റിസോർട്ടിന്റെ ഭാഗമാണേ. നമ്മൾ റൂമിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി. അടിപൊളി സ്ഥലം കേട്ടോ. ഇതൊരു വലിയൊരു റിസോർട്ടാണ്. ഇവിടെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നിപ്പം നമുക്ക് ആക്ടിവിറ്റീസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമില്ല, നാളെ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇതല്ല നമ്മൾ ഇവിടെ വരുന്നതല്ല സർപ്രൈസ്. ഇനി ഒരു സർപ്രൈസ് ഇവിടെ ഉണ്ട്. അത് ഓൺ ദി വേ ആണ് ആ സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റൂം എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ പല പല സെക്ഷനായിട്ടാണ് കോട്ടേജുകളും. നമ്മളൊരു കോട്ടേജാണ് എടുത്തിട്ടുള്ളത്. പല പല സൈഡുകളിലായിട്ടാണ് ഉള്ളത്. നമ്മളിപ്പം കാരണം റിസപ്ഷൻ്റെ ഏരിയയിൽ വന്നു, അവരുടെ ബുക്കിംഗ് എല്ലാം ചെയ്തിട്ട് അപ്പം നമ്മുടെ കാറിൽ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു, ആ കോട്ടേജിൻ്റെ ഫ്രണ്ടിലേക്ക്. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇത്രയും വൈഡായിട്ടുള്ളൊരു റിസോർട്ടാണ്. അടിപൊളിയായിട്ടോ. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ വെയിറ്റ് ഫോർ ദ അനദർ സർപ്രൈസ്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഞാൻ വസ്ത്രം ഇടുന്നതിൻ്റെ തല ഫുൾ നിൽക്കുകയാണ്. ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തുണ്ടെങ്കിലും വസ്ത്രം ഞാൻ മാറ്റി വെച്ചിട്ട് ഇവിടെ പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് ഗ്രീൻബർഗ് എന്നാണ് കേട്ടോ. ഗ്രീൻബർഗ് ഹോളിഡേ റിസോർട്ട്സ്, കുളമാവ്. ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നും ഇത്രയും ഭംഗിയുള്ള റിസോർട്ട് ഉണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു. കേരളത്തിൽ ഇത്രയേറെ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മൾ കേരളം വിട്ട പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നത്. അടിപൊളി. നിൽക്കുന്നത് ഗ്രീൻബർഗ് റിസോർട്ട് കുളമാവ്. 70 ഏക്കറോളമാണ് ഏരിയ. അതൊരു ചെറിയൊരു കുന്നിന് മുകളിലുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് താഴേക്ക് വാലി സൈഡിലേക്കാണ് നമ്മുടെ റൂംസ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന മുന്നിലുള്ള വാക്ക്വേ
ഇവിടെ നിന്ന് നേരെ നല്ല തൊടുപുഴ വരെയുള്ള വ്യൂ നമുക്ക് കിട്ടും. ഇപ്പം ഫുൾ മിസ്റ്റാണ്. ഡയഗണലി നമുക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു മല വരെയുണ്ട്. ആ മലയുടെ ഓപ്പോസിറ്റ് സൈഡാണ് വാഗമൺ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് താഴെ ഇറങ്ങി കയറി അപ്പുറം ചെല്ലുന്നത് വാഗമൺ വരും. ഇത് ഇടുക്കിയല്ലേ? ഇത് ഇടുക്കിയിൽ കുളമാവ് എന്നാണ് സ്ഥലം. ശരി ശരി. ഇവിടുന്ന് ശരിക്കും വാഗമൺ ഒരു 45 മിനിറ്റ്സ് 50 മിനിറ്റ്സ് എടുക്കും. താഴെ ഇറങ്ങി അപ്പുറത്ത് ഇപ്പം മഞ്ഞുള്ളതുകൊണ്ട് കാണത്തില്ല, എന്നാലും അവിടെ തെളിഞ്ഞു വരുന്ന ആ ഒരു മലയുടെ മറുവശം. നമുക്ക് റിസോർട്ടിനുള്ളിൽ ഇപ്പോൾ 70 ഏക്കറാണ് റിസോർട്ട്. അതിൽ 37 കോട്ടേജ് ആണ്. 37 ഫാമിലീസിന് അറ്റ് എ ടൈം താമസിക്കാം. റിസോർട്ടിന് നമ്മൾ കാണുന്ന ടോപ്പിൽ തന്നെയായിട്ട് റിസപ്ഷനും അതിനോട് ചേർന്ന് റെസ്റ്റോറൻറ്റും ഉണ്ട്. അതിൻ്റെ താഴേക്കുള്ള വാലി സൈഡിലാണ് റൂംസ് വരുന്നത്. റൂംസ് മൊത്തം 37 ഫാമിലി. അതിൽ ഒരെണ്ണം ഒരു സെമി ഡോമട്രിയാണ്. 30 പേർക്ക് ഒരുമിച്ച് താമസിക്കാവുന്നത്. പിന്നെ ആക്ടിവിറ്റീസ് ധാരാളമുണ്ട്. ചെറിയ പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ്, ബാംബു റാഫ്റ്റിംഗ്, റിവർ ക്രോസിംഗ്, ചെറിയൊരു ട്രക്കിംഗ്, പ്ലാന്റേഷൻ ടൂറ്, ഫാം വിസിറ്റ്, പിന്നെ ഒരു ടർഫ്, ക്രിക്കറ്റോ ഫുട്ബോളോ വടംവലിയൊക്കെ ചെയ്യാവുന്ന ഒരു ടർഫ്. ഇനി അതല്ലാതെ സ്വിമ്മിംഗ് പൂള്, കിഡ്സ് പൂള്, 2 പൂളുകളുണ്ട്. ഇത് രണ്ടും പുതിയതായിട്ടൊരെണ്ണം ചെയ്തതാണ്. പിന്നെ ഫാം തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ടതാണ്. ചെറിയ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൻ്റെത്, ഫാം വിസിറ്റ്. ഇത് രണ്ടും ഒരു കാരണവശാലും മിസ് ഔട്ട് ആയത്. രണ്ടും നല്ല രസമാണ്. ഇഷ്ടംപോലെ പെറ്റ്സും അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളും ഉണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി. നാളെ സമയമുണ്ടല്ലോ, നാളെ നമുക്ക് ഫുൾ യൂസ് ചെയ്യാം. അതെ, ഈ ഒരു ആംബിയൻസ് ഞാൻ എവിടെ പോയാലും സംഭവം കാണാറില്ല. പക്ഷെ തീർച്ചയായിട്ടും കിട്ടും. നമുക്ക് ജൂൺ ജൂലൈ അല്ല, ഈ മാസങ്ങളിൽ ഫുൾ നല്ല മിസ്റ്റും ഇതും കിട്ടുന്നതാണ്. സാറ്റർഡേ ഫുള്ളാണ്, സൺഡേ കുറയും. സൺഡേ ഉച്ച കഴിയുമ്പോൾ, കാരണം നാളെ വർക്കിംഗ് ഡേ ആകുമ്പോഴത്തേനും ആൾക്കാർക്ക് തിരിച്ചു പോകണം. ഇവിടെ വന്നാലും നമ്മൾ പുറത്തൊരു ആക്ടിവിറ്റിക്കും പോകണ്ട, ഇവിടെ തന്നെ വേണ്ട. ഇനി തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് വണ്ടി എടുത്താൽ മതി. ഈ ആക്ടിവിറ്റീസിനൊക്കെ എക്സ്ട്രാ ആണോ അതോ ഈ പാക്കേജ്? നമ്മൾ സ്റ്റേ ചെയ്യുന്നവർക്ക് ഇതെല്ലാം കോംപ്ലിമെന്ററി ആണ്. ഇതല്ലാതെ ചെറിയൊരു നമ്മൾ പുതുതായിട്ട് ഈ മാസം തുടങ്ങി ഒരു ജിംനി റൈഡ് ഉണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഉള്ളിൽ കൂടെ ഒരു ട്രാക്കൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ വ്യൂ പോയിന്റിലേക്കൊക്കെ ആയിട്ട് അത് മാത്രം അഡീഷണൽ. അതും 2 രീതിയിലുണ്ടെന്ന് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി അതല്ല 4x4 എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഇവിടെ ഇപ്പം മൂവീസ് ഒക്കെ നിറയെ ഷൂട്ട് ചെയ്യാം. മൂവീസ് ഉണ്ട്. ഇത് ആക്ച്വലി 98 തൊട്ട് റിസോർട്ട് ഓപ്പറേഷനിലാണ്. ഒത്തിരി മൂവീസ് ചെയ്തിട്ടുണ്ട്. പലതിൻ്റെയും വളരെ ചെറിയ 1 ദിവസം 2 ദിവസം അല്ലെ സോങ് സീക്വൻസ് ഇങ്ങനെയുള്ളത്. ഇപ്പം ധാരാളം മൂവികളുടെ അങ്ങനെയുണ്ട്. പക്ഷേ മെയിനായിട്ട് 2 എണ്ണമാണ് ഫുൾ റിസോർട്ടിനുള്ളിൽ നിന്നുണ്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് മോഹൻലാൽ സാറിൻ്റെ 12th മാൻ എന്നുള്ളത്. അത് എൻറ്റയർ മൂവി ഇവിടെയാണ് നമുക്ക് ഇവിടെ പറയാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ എൻറ്റയർലി ഇവിടെയാണ്. അതവർ കോവിഡ് ടൈമിലായിരുന്നു ഫുൾ റിസോർട്ട് ഷൂട്ട് ചെയ്ത്. ഫുൾ റിസോർട്ട് അവരായിരുന്നു 1 മാസം മുഴുവൻ അവരിവിടെ ഉണ്ടായിരുന്നു. അതേപോലെ ഒരു 10 വർഷം മുമ്പ് 101 വെഡിങ്സ് ഉണ്ട്. അതും എൻറ്റയർലി റിസോർട്ടിനുള്ളിൽ. ഈ 2 മൂവിയും റിസോർട്ടിനുള്ളിൽ തന്നെയാണ്. ആ മൂവി കണ്ട ഇതിന്റെ റിസോർട്ടിന്റെ ഭംഗി നമുക്ക് കാണാം. ഒരുപാട് 12th മാൻ കുറച്ച് ഫെമിലിയർ ആണ്. അത് റീസെന്റ് ഉള്ളതാണ്. അതേപോലെ തന്നെ അതും ഈ ഫുൾ മിസ്റ്റ് ഒക്കെ കിട്ടുന്ന ആ ഒരു സമയത്താണ്. അല്ല നൈറ്റിലൊക്കെ ആയിട്ട് നല്ലപോലെ മിസ്റ്റ് ഷൂട്ട് ചെയ്ത് നല്ല രസമുള്ള ഒരു സിനിമ. ശരി, അപ്പൊ നമുക്ക് കോട്ടേജ് അല്ലേ? കോട്ടേജ് ആണോ റൂംസ് ആണോ? ഇവിടെ എല്ലാം കോട്ടേജ് ആണ്. ഇപ്പോൾ ഒരു ബിൽഡിംഗിൽ തന്നെ ഒത്തിരി റൂംസ് ഉള്ള അങ്ങനെയല്ല. 2 റൂംസിന്റെ ഒരു ബിൽഡിംഗ്. അതിനകത്ത് ഇപ്പോൾ 2 ഫാമിലീസിന് സ്റ്റേ ചെയ്യാം. ടോട്ടൽ ഈ ഒരു പല സെക്ഷനുകളിലായിട്ടുണ്ട്. നമുക്ക് വീക്കിൽ ആക്സസ് ഉള്ള റൂംസ് ആയിട്ടേക്കുന്നത്. പേരൻസും കൂടെ ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ കോട്ടേജ്. നമ്മുടെ മെയിൻ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് കുറച്ച് താഴേക്കാണ് വന്നിട്ടുള്ള കോട്ടേജാണിത്. ഇവിടെയാണ് നമുക്ക് റൂം ഉള്ളത്. ഇപ്പോൾ ജസ്റ്റ് റൂം കാണാം. നല്ല രസമുണ്ട്, നല്ല വൈബുണ്ട്, നല്ല മഞ്ഞുണ്ട്, കിളികളെ ശബ്ദം, മൊത്തത്തിലൊരു നല്ലൊരു ആംബിയൻസ് കേട്ടോ. റൂം കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താണ് സർപ്രൈസ്, കേക്ക് കട്ടിങ് ആയിരിക്കും സർപ്രൈസ് എന്ന്. കേക്ക് കട്ടിങ് അല്ല. ആ സർപ്രൈസ് എത്താൻ 1 അവർ താമസമുണ്ട്. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സർപ്രൈസ് വരുന്നത്. ഇതാണ് നമ്മുടെ റൂം. AC ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതിനെ ഓഫ് ചെയ്ത്. ഈ തണുപ്പത്ത് AC എന്തിനാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ, പിന്നെ ഒരു വാഷ്റൂം. ഇതാണ് നമ്മുടെ ഗ്രീൻ ഹോട്ടലിന്റെ റൂം എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് വെയിറ്റ് ഫോർ 1 അവർ. സർപ്രൈസ് കൂടെ കണ്ട ശേഷം നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. കാണിച്ചു തരട്ടെ. എന്തിനാ വണ്ണപ്പം മോഡല് കരയണത്? ദിബു? കുഞ്ഞിക്ക് തണുക്കണം തോന്നണ്. നമ്മളെ കുഞ്ഞി വേറെ ഇല്ലാതെ നമുക്ക് എന്തോന്ന് ആഘോഷം. അതുകൊണ്ട് നമ്മൾ വിളിച്ചു വരുത്തിയതാണ്. കുഞ്ഞു പെണ്ണിന്റെ ഫസ്റ്റ് സ്റ്റേക്കേഷൻ ആണ്. ഗൈസ്,
ഞങ്ങൾ മുകളിൽ വന്നേ, നേരത്തെ റിസപ്ഷൻ ഇരുന്നില്ല, അവിടെ വന്നു. അവിടെയാണ് ബൊഫേ ആണ്, ഫുഡ് അവിടെയാണ്. സത്യം പറഞ്ഞൊരു കുമ്പം കണ്ടുകൂടാ കേട്ടോ. ഇവിടെ കുറച്ച് ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒന്ന് പറയാം. ലൈറ്റും ഫുൾ മിസ്റ്റായിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. ഞങ്ങൾ കാറിലാണ് മുകളിലേക്ക് വന്നത്. ഞാനും ചീമയും അമ്മയും വേദയും കൂടി വന്നു. അച്ഛനും ഏട്ടനും സച്ചിനും കൂടി വരാമെന്ന് പറഞ്ഞു. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു അച്ഛനും അമ്മയൊക്കെ വിളിച്ച് വരുത്തി ഒന്ന് സെറ്റാക്കാന്നുള്ളത്. ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇതാദ്യമായിട്ടാട്ടോ എല്ലാവരും കൂടി ആയിട്ട്. അപ്പോൾ കുഞ്ഞിയും കൊണ്ടുവന്നിട്ടുണ്ട്. മഞ്ഞുണ്ടെങ്കിലും വലിയ തണുപ്പില്ല കേട്ടോ. അവൾക്ക് ഓക്കെയാണ്, വലിയ തണുപ്പൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വന്ന് കറങ്ങാൻ മതി. ഇവിടെയൊക്കെ സ്റ്റെപ്പോ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നും കണ്ടുകൂടാ. നോക്കാം, അമ്മയാണ് നടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടി ചേർന്നിട്ട്, ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ, പുക കണക്കത്തേക്ക് വരികയാണ്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് സ്റ്റേക്കേഷനാണ് ഇത്. മിക്കവാറും തിരിച്ച് കിയോ ശബ്ദമായിട്ട് കൊണ്ടുപോകേണ്ടി വരും. വളവും തിരുവൊക്കെ കയറി വന്ന് തളർന്നു പോയി. ക്ലൈമറ്റ് പറ്റണില്ല. ഇത് തണുപ്പില്ല അല്ലേ, തണുപ്പൊന്നും ഒട്ടുമില്ല. അവൾക്ക് പോലും പ്രശ്നമില്ല. എങ്കിലും നമ്മൾ തൊപ്പിയൊക്കെ വെച്ച് അവൾ എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പം ഇവിടെ ഡിന്നർ ബൊഫേ ആണ്. ഒരു സൂപ്പ് കുടിച്ചാലോ. ഇതൊക്കെ ഫുഡ് കഴിക്കുന്ന ഔട്ട്ഡോർ ഏരിയ ആണ് കേട്ടോ. പുക കണക്ക് മഞ്ഞ് വരുന്ന നോക്കിയേ. പക്ഷെ കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ അകത്തിരുന്നത് കേട്ടോ. സ്റ്റേക്കേഷൻ, 2 month ബേബി സ്റ്റേക്കേഷൻ എൻജോയ് ചെയ്യണം. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതിൽ കോയിൻ പൊറോട്ട, ഫ്രൈഡ് റൈസ്, റൈസ്, ബീഫ്, ചിക്കൻ, പപ്പഡ്, ചിക്കൻ സാലഡ്, പിക്കിൾസ്. എത്ര വെറൈറ്റി പിക്കിൾസ് ആണെന്ന് നോക്കിയേ. പപ്പഡ്, പാസ്ത, സാലഡ്, കട്ട് ഫ്രൂട്ട്സ്, ദെൻ പനീർ, ഗോബി, ഫ്രൈസ്, ഡാൽ, രസം, ഐസ്ക്രീം എല്ലാം ഉണ്ട് കേട്ടോ. ഞാനൊരു പ്ലേറ്റ് നിറച്ച സാധനങ്ങൾ എടുത്തു. സൂപ്പ് ഉണ്ടായിരുന്നു, സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞാനാണ് ഫസ്റ്റ്. ഞാൻ ഒരു പ്ലേറ്റ് നിറച്ച സാധനങ്ങൾ എടുത്തു. അവൾ ഉറങ്ങണ്ടല്ലേ, ഉറങ്ങിയിരുന്നെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊറോട്ട, കോയിൻ പൊറോട്ട ഇത്രയേ ഉള്ളൂ. ഇതാണ് ശരിക്കും കോയിൻ പൊറോട്ട. തേങ്ങ കൊത്തിട്ട ബീഫ് കൊള്ളാം. നിങ്ങളുണ്ടാക്കും പോലെയല്ല. പനീർ ഫ്രൈഡ് റൈസ്, പനീർ കൊള്ളാം. പാസ്ത കൊള്ളാം. ചിക്കൻ ഫ്രൈഡ് കൊള്ളാം. എല്ലാം കൊള്ളാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സർപ്രൈസും വിശേഷവും ഒക്കെ. നാളെ പുതിയൊരു നല്ല വീഡിയോ. നാളെ ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകും. അപ്പം നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബൈ ബൈ.